എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ബ്ലാക്ക് സെറ്റ്സു അവൻ പറയും എന്റെ അമ്മയെ തിരികെ കൊണ്ടുവരാനാണ് ഞാനിതൊക്കെ ചെയ്തത്. ഇനിയാണ് യഥാർത്ഥ പപ്പറ്റ് ഷോ അത് നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് ഒരു പേക്രോൺ തവള വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആകാശത്ത് നിന്ന് ഒരു വിങ്കിൾ അതങ്ങനെ താഴെ ഭൂമിയിലേക്ക് വന്ന് പൊട്ടി അങ്ങോട്ട് തെറിക്കും. ആ ഒരു പൊട്ടിത്തെറിയില് അവിടെ വലിയൊരു മരം അതങ്ങനെ ക്രിയേറ്റ് ആയി വളരാനായിട്ട് ആരംഭിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ മറ്റൊരു ഗ്രാമം കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് ട്രൈബൽ ജനങ്ങളൊക്കെ ആകാശത്ത് എന്തോ ഒരു പ്രകാശം കണ്ട് അവിടേക്ക് നോക്കി നിൽക്കും. എന്തോ ഒരു വലിയ വെളിച്ചം അത് ഭൂമിയിലേക്ക് വന്ന് വീഴും. നെക്സ്റ്റ് ഡേ ഗ്രാമത്തിലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടായിരിക്കും എല്ലാവരും ഉണരുക. സുന്ദരിയായ പെൺകുട്ടി അത് മറ്റാരുമല്ല ആകാശത്ത് നിന്ന് വന്ന സാക്ഷാൽ കാഗുയയാണ്. ഉടനെ ഗ്രാമത്തലവൻ അവളുടെ പേരെന്താണ് എന്ന് അവളോട് ചോദിക്കും. പക്ഷെ കാഗുയയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അങ്ങനെ ഇരിക്കും. അപ്പൊ അതിലൊരു സോൾജിയർ പറയും, എനിക്ക് തോന്നുന്നത് ഇവള് തീർച്ചയായിട്ടും വന്നത് അടുത്ത ഗ്രാമത്തിൽ നിന്നായിരിക്കും. നമ്മുടെ ഗ്രാമത്തിന്റെ രഹസ്യങ്ങള് അത് ചോർത്താൻ വന്ന സ്പൈ ആയിരിക്കാം ഒരുപക്ഷെ ഇവൾ. അത് കേട്ട് കലി കയറി കാഗുയ അവൾ എഴുന്നേറ്റ് നിന്ന് അവളുടെ പവർ ഉപയോഗിച്ച് ആ സോൾജിയേഴ്സിനെ അങ്ങനെ അടിച്ചു തെറിപ്പിക്കും. അവള് പറയും, നിങ്ങൾ എന്റെ പേരല്ലേ ചോദിച്ചത്? എന്റെ പേര് കാഗുയ എന്നാണ്. ആ ഡയമണ്ട് ട്രീ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആ ഗ്രാമത്തിലുള്ളവര് അവളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അവൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും അവർ കൊടുക്കും. പോരാത്തതിന് ഒരു അസിസ്റ്റന്റിനെ കൂടെ അവളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമായി അവർ നൽകും. കാഗുയാണെങ്കിൽ ആ മരത്തിൽ തന്നെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും അവളുടെ അസിസ്റ്റന്റ് പറയാ, വർഷങ്ങൾക്ക് മുൻപ് ആകാശത്ത് നിന്ന് ഒരു വിങ്കിൾ ഇവിടേക്ക് വീണു. അതിനെ തുടർന്ന് അവിടെ വളർന്നു വന്ന വലിയൊരു മരമാണത്. ഇവിടെ എല്ലാവരും ആ ഒരു മരത്തിലാണ് വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ അർപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ആരും ആ മരത്തിന്റെ അടുത്തേക്ക് പോവാറില്ല. ആരാ മരത്തിന്റെ അടുത്തേക്ക് പോകുന്നോ അവര് നിമിഷങ്ങൾക്കകം ഒരു ഡീമനായി തീരും. സോ ഒരു കാരണവശാലും നിങ്ങൾ ആ മരത്തിന്റെ അടുത്തേക്ക് പോകരുത്. അത് കേട്ട് കാഗുയ ഇപ്പൊ അവനെ തിരിഞ്ഞു നോക്കും. ഉടനെ അവൻ പേടിച്ച്, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. അതിനവള് പറയും, കുഴപ്പമില്ല, നീ പറഞ്ഞ കാര്യമൊക്കെ സത്യമല്ലേ, പിന്നെന്തിനാ ക്ഷമ ചോദിക്കേണ്ട ആവശ്യം. കട്ട് ചെയ്ത ലോർഡ് ടെൻജു അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് പറയും, ലാൻഡ് ഓഫ് കോൾ നിന്ന് സുസാക്കും ഗെൻബുവും നിങ്ങളെ കാണാൻ എത്തിയിട്ടുണ്ട്. അവരാണ് ആ ഗ്രാമത്തിലെ മിനിസ്റ്റേഴ്സ്. അവരിപ്പോ ഒരു മാപ്പ് കാണിച്ചു കൊടുക്കും. ആക്ച്വലി ഈ ഒരു ലേക്ക് അതാണ് ഈ രണ്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ലേക്ക് ഇരിക്കുന്നത് ലാൻഡ് ഓഫ് സോയിലാണ്, അതായത് നമ്മുടെ ഗ്രാമത്തില്. പക്ഷെ ഏൻഷ്യൻ മാപ്പില് അത് ലാൻഡ് ഓഫ് കായലുള്ള മാപ്പാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ലാൻഡ് ഓഫ് കായലുള്ള നദിയാണ് എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലേക്ക് അത് അവർക്ക് വേണം എന്ന അവകാശവാദവുമായിട്ടാണ് അവരിവിടേക്ക് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഉടനെ ഗ്രാമത്തലവൻ ടെൻജി ആള് പറയും, ആക്ച്വലി ഈ ഒരു നദിയാണ് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് ജലസ്രോതസ് എത്തിക്കുന്ന ഏക വഴി. ഇത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാവില്ല. അതിനവര് പറയും, നദി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, സോ മര്യാദയ്ക്ക് അത് ഞങ്ങൾക്ക് വിട്ട് തന്നേ പറ്റൂ. അത് ഞങ്ങൾക്ക് വിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളൊരു വാറിന് തയ്യാറാവും. നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയല്ലേ. ഒരു ദേവതയെ പോലുള്ള ഒരു പെൺകുട്ടി ഇവിടേക്ക് എത്തിയിട്ടില്ലേ, അവളെ ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിയുമെന്നൊക്കെ ചോദിച്ച് അവര് ടെൻജിയെ കളിയാക്കി അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ടെൻജി ആൾ ഒരുപാട് ടെൻഷനായി ആളുടെ അസിസ്റ്റൻസിനോട് പറയും, നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ കഴിയൂ. ആക്ച്വലി ആ ഒരു വില്ലേജ് ശരിക്കും പവർഫുൾ ആണ്. നമ്മളെ കഴിഞ്ഞും 10 മടങ്ങ് മിലിറ്ററിയും ജനസംഖ്യയും ഒക്കെ തന്നെ അവർക്ക് കൂടുതലാണ്. ഒരു കാരണവശാലും അവരോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ നമുക്കാവില്ല. സോ എന്തെങ്കിലും ഒരു പോംവഴി നമ്മൾ കണ്ടെത്തണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ടെൻജി ആളിപ്പോ കാഗുയെ കാണാൻ അവളുടെ അടുത്തേക്ക് വരും. ടെൻജിയെ കണ്ട് കാഗുയയുടെ അസിസ്റ്റന്റ് പറയും, കാഗുയ പുറത്ത് ആകാശത്തേക്ക് നോക്കി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഉടനെ ടെൻജി അവനൊരു കോട്ട് എടുത്ത് കാഗുയയുടെ ശരീരത്തില് അങ്ങനെ പൊതിപ്പിക്കും. അതിനുശേഷം അവളെ കൂട്ടി അകത്തേക്ക് വരും. ടെൻജി ചോദിക്കും, നീ എപ്പോഴും എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ? അതിനവള് പറയും, എനിക്കൊരു വലിയ ലക്ഷ്യമുണ്ട്, ഒരാഗ്രഹമുണ്ട്, ഈ ലോകം മുഴുവൻ സമാധാനം അത് കൊണ്ടുവരണം. കട്ട് ചെയ്ത ഇപ്പൊ നെക്സ്റ്റ് ഡേ കാ വില്ലേജിൽ നിന്ന് ഒരുപാട് അമ്പുകള് അങ്ങനെ ചീറിപ്പാഞ്ഞ് വരികയാണ്. ജനങ്ങളാണെങ്കിൽ അത് കണ്ട് പേടിക്കും. അത് കണ്ട് ജനങ്ങളാണെങ്കിൽ പരിഭ്രാന്തരായി ചുറ്റും ഓടാൻ തുടങ്ങും. അസിസ്റ്റൻസ് ആണെങ്കിൽ ഉടനെ ടെൻജിയെ ഇപ്പൊ കാര്യം അറിയിക്കും. അതിന് ടെൻജി ആൾ ടെൻഷനായിട്ട് പറയും, ഒരു കാരണവശാലും നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ആരെങ്കിലും കാ വില്ലേജിനെ അറ്റാക്ക് ചെയ്താൽ ഉറപ്പായിട്ടും
അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് അത് വളരെ വലുതായിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ലാൻഡ് ഓഫ് കായിൽ നിന്ന് വലിയൊരു പട അവര് യുദ്ധത്തിന് തയ്യാറായി ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ടെൻജിയുടെ അസിസ്റ്റൻസ് ടെൻജിയെ അന്വേഷിച്ച് കാഗുവയുടെ വീട്ടിലേക്ക് വന്ന് ബഹളം വെക്കാൻ തുടങ്ങും. ഉടനെ ടെൻജിയും കാഗുവയും അവർ രണ്ടുപേരും പുറത്തേക്ക് വരും. ടെൻജിയെ കണ്ട് അസിസ്റ്റൻസ് അവർ ടെൻഷനായിട്ട് പറയും, വില്ലേജുകാര് അവര് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ടെൻജു ആണെങ്കിൽ അതിന് തയ്യാറാവും. ഉടനെ കാഗുയെ ചോദിക്കും, നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോവാണോ? അതിന് ടെൻജു പറയും, ഒരിക്കലും അല്ല, എനിക്ക് എങ്ങനെയെങ്കിലും അവരെ സമാധാനിപ്പിച്ച് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചേ പറ്റൂ. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലാൻഡ് ഓഫ് സൗവിലുള്ള ഏതോ ഒരുത്തൻ, അവൻ ആക്ച്വലി ഒരു സ്പൈ ആണ്. അവനൊരു പേപ്പർ ചുരുട്ടി വില്ലേജുകാർ പോകുന്ന ആ ഒരു വഴിയിലേക്കിടും. അതുടനെ ഒരു വില്ലേജ് സോൾജിയർ കണ്ട് അവൻ ആ പേപ്പർ ഇപ്പൊ തുറന്നു നോക്കും. ഉടനെ ആ ഒരു ലെറ്റർ അതിപ്പോ വില്ലേജിലെ ചീഫുകളുടെ കയ്യിലെത്തും. അവരത് വായിക്കും. അതിലെഴുതിയിരിക്കുന്നത് കാഗുയെ കുറിച്ചാണ്. ഉടനെ ചീഫ് പറയും, എന്ത് വില കൊടുത്തും അവളെ കണ്ടെത്തണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കാഗുയെ വളരെ സേഫ് ആയിട്ട് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കാടിനിടയില് മലയ്ക്ക് മുകളിലായിട്ട് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് പാർപ്പിച്ചിരിക്കുകയാണ്. അവളുടെ കൂടെ തന്നെ അവളുടെ അസിസ്റ്റന്റും ഉണ്ട്. അവർ രണ്ടുപേരും ഇപ്പോ ദൂരെ ആകാശത്തേക്ക് നോക്കി അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോഴേക്കും ആ വില്ലേജിലെ സോൾജിയേഴ്സ് അവർ കറക്റ്റ് ആയിട്ട് കാഗുയെ ഒളിച്ചിരിക്കുന്ന ആ ഹൈഡ് ഔട്ട് കണ്ടുപിടിക്കും. അവർ ആ ഹൈഡ് ഔട്ട് വളഞ്ഞ് അവിടെയുള്ള സോൾജിയേഴ്സിനെ തല്ലിക്കൊല്ലും. ഉടനെ കാഗുയയുടെ അസിസ്റ്റന്റ് അവനിപ്പോ അവരോട് കെഞ്ചും, ദയവ് ചെയ്ത് ഇവളെ ഒന്നും ചെയ്യരുത്. കാഗുയ ടെൻജിയുടെ വൈഫാണ്, ഒരു കാരണവശാലും ഇവരെ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനാ വില്ലേജിലെ ചീഫ് അവൻ ദേഷ്യപ്പെട്ടു പറയും, ഇവൾ ആരുടെ ഭാര്യയാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവൾ എനിക്ക് സ്വന്തമാണ്. ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയും. ആ സമയത്ത് കാഗുയ അവളാണെങ്കിൽ അവളുടെ അസിസ്റ്റന്റിന്റെ കൈ പിടിച്ച് വലിച്ച് അവിടുന്ന് ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. പക്ഷെ സോൾജിയേഴ്സ് വീണ്ടും ഇപ്പൊ കാഗുയെ അങ്ങനെ റൗണ്ട് ചെയ്യും. അപ്പോഴായിരിക്കും അവളുടെ പവർ അതെല്ലാവരും തിരിച്ചറിയുക. അവളുടെ അടുത്തേക്ക് വരുന്നവരെ എല്ലാവരെയും അവൾ തകർത്ത് കളയും. അതിനുശേഷം അവളുടെ അസിസ്റ്റന്റിന്റെ കൈയും പിടിച്ച് അവൾ മുൻപോട്ട് പോവും. കട്ട് ചെയ്ത ടെൻജിയും വില്ലേജിലെ ചീഫും അവർ രണ്ടുപേരും ഇപ്പൊ പരസ്പരം സംസാരിക്കുകയാണ്. വില്ലേജിലെ ചീഫ് ആള് പറയും, ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യുക, ആ നദി അത് തിരികെ പിടിക്കുക എന്നത് മാത്രമാണ്. അതിന് ടെൻജി പറയും, ഒരിക്കലുമല്ല, അങ്ങനെയാണെങ്കിൽ വലിയൊരു പടയുമായി വന്ന് നിങ്ങൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോഴായിരിക്കും വില്ലേജിലെ ആ സെക്കൻഡ് ചീഫ് അവിടേക്ക് വന്ന് പറയാ, ഞങ്ങൾ ആക്ച്വലി ആരെയും ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ ആ കാഗുയ അവളാണ് ഞങ്ങളെ അറ്റാക്ക് ചെയ്തത്. അവളുടെ ഒരു സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരുപാട് പേരെ അവൾ കൊന്നു തള്ളി. അവനിപ്പോ കാഗുയയുടെ അസിസ്റ്റന്റിനെ അവിടേക്ക് കൊണ്ടുവരും. അസിസ്റ്റന്റ് പറയും, അതെ, കാഗുയയ്ക്ക് എന്തോ ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്, അതുപയോഗിച്ച് അവർ ഒരുപാട് സോൾജിയേഴ്സിനെ കൊന്നു. ഉടനെ ആ ചീഫ് പറയും, ഈ ഒരു യുദ്ധം അത് അവസാനിക്കണമെങ്കിൽ നിങ്ങൾ കാഗുയെ കൊല്ലണം. ടെൻജി ഷോക്കായിട്ട് കാഗുയെ താമസിച്ച ആ സ്ഥലത്തേക്ക് വരും. അവിടെ ഒരുപാട് പേര് രക്തത്തിൽ കുളിച്ച് അങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ടെൻജി പറയും, എന്റെ മുൻപിൽ വേറെ വഴിയില്ല, കാഗുയെ കൊന്നിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ യുദ്ധം അവസാനിക്കില്ല. സോ ഞാൻ അവളെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞ് ടെൻജി കാഗുയെ അന്വേഷിച്ച് പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കാഗുയയും അവളുടെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും വില്ലേജിൽ നിന്ന് ഒരുപാട് സോൾജിയേഴ്സ് അവർ അറ്റാക്ക് ചെയ്യാൻ അവിടേക്ക് വരിക. അസിസ്റ്റന്റ് അത് കണ്ട് ഷോക്കായിട്ട് കാഗുയയോട് പറയും, ഇത് നമ്മുടെ വില്ലേജിലുള്ള സോൾജിയേഴ്സ് ആണ്, ഒരുപക്ഷെ ടെൻജി പറഞ്ഞിട്ടാവും ഇവർ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. കാഗുയയാണെങ്കിൽ ഉടനെ ആ ഡൈമണ്ട് ട്രീ അത് ലക്ഷ്യമാക്കി അതിന്റെ അടുത്തേക്ക് പോവും. അസിസ്റ്റന്റ് വിളിച്ചു പറയും, മാഡം, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്, കാരണം നിങ്ങളിപ്പോ പ്രഗ്നന്റ് ആണ്. ഉടനെ ഒരു അമ്പ് അത് ചീറി പാഞ്ഞു വന്ന് അവളുടെ അസിസ്റ്റന്റിന്റെ നെഞ്ചില് അതങ്ങനെ കുത്തിയിറങ്ങും. അത് കണ്ട് കാഗുയ അവൾ പൊട്ടിക്കരഞ്ഞ് ആ ഡൈമണ്ട് ട്രീയുടെ തൊട്ടടുത്തെത്തും. അവൾ ഓടി വന്ന് ആ ഡൈമണ്ട് ട്രീയിലെ പഴങ്ങള് അത് പറിച്ചു തിന്നും. അപ്പോഴായിരിക്കും ആ ഡൈമണ്ട് ട്രീയിലെ ഫുൾ പവർ അവളുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്ത് ആദ്യമായി ആ ശരീരം കണ്ണ് അത് അവേക്കനാവുക. അടുത്ത സെക്കൻഡ് കാഗുയ അവൾ ഇൻഫിനിറ്റി സുക്കുനോമി ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും ഒരു കെഞ്ചിപ്സൂലേക്ക് കൊണ്ടുപോകും.
കാഗുയെ ശ്വാസം വലിച്ചു വിട്ട് ഇപ്പൊ കൈയെടുത്ത് അവളുടെ വയറ്റിൽ വെക്കും. എന്റെ കുഞ്ഞിനെ ഉപയോഗിച്ച് ഞാൻ ഈ ലോകത്തിൽ സമാധാനം അത് പുനഃസ്ഥാപിക്കും എന്നവള് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വിബിസ്.